ഹായ്, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CBSE ക്ലാസ് 10 മാത്തമാറ്റിക്സിലെ റിയൽ നമ്പേഴ്സ് എന്ന പാഠഭാഗത്തിലെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ ഒരു ഇൻട്രൊഡക്ഷനും എല്ലാം പറഞ്ഞ് ആദ്യത്തെ എക്സസൈസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ തിയറം കഴിഞ്ഞു. ഇത് രണ്ടാമത്തെ തിയറമാണ്, അതായത് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമാറ്റിക്. ഇത് 1 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. എന്താണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമാറ്റിക് എന്നുള്ളത്? Every composite number can be expressed as a product of primes, and this factorization is unique apart from the order in which the prime factor occurs. എല്ലാ കോമ്പോസിറ്റ് നമ്പറും പ്രൈം ഫാക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് എന്താണ് കോമ്പോസിറ്റ് നമ്പർ, എന്താണ് പ്രൈം നമ്പർ എന്നൊരു ക്വസ്റ്റ്യൻ നമ്മളുടെ മനസ്സിലുണ്ടാവും. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ 2, 3, 5, 7 ഇതാണ് അതിൻ്റെ ഒരു പാറ്റേൺ. കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 4, 6, 8 ഇതൊക്കെ 1 പ്രൈമും അല്ല കോമ്പോസിറ്റും അല്ല, അതങ്ങനെ ഒരു ഫാക്റ്റാണ്. അപ്പോൾ ഈ പ്രൈം നമ്പറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ശരിക്കും 2 എന്നുള്ളത് നമുക്ക് 2 × 1 എഴുതാം, അതല്ലാതെ വേറൊന്നും എഴുതാൻ പറ്റില്ല. 3 എന്നുള്ളതിനെ നമുക്ക് 3 × 1 എഴുതാം, വേറൊരു രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. 5 ഇതേപോലെ 5 × 1 എഴുതാം. 7 7 × 1 എഴുതാം. ഇനി കോമ്പോസിറ്റ് നമ്പേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ 4 നമുക്ക് എങ്ങനെ എഴുതാം? 1 × 4 എന്ന് എഴുതാം, അത് മാത്രമല്ല 2 × 2 എന്ന് എഴുതാം. അപ്പോൾ 2 രീതിയിൽ എഴുതാൻ പറ്റും. 6 1 × 6 എന്ന് എഴുതാം, അതല്ലാതെ 2 × 3 എന്ന് എഴുതാം. ഇനിയിപ്പോൾ 8ൻ്റെ കാര്യം എടുത്താൽ 2 × 2 × 2 എന്ന് എഴുതാം, 8 × 1 എഴുതാം, 4 × 2 എഴുതാം. അങ്ങനെ കുറേ രീതിയിലുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം പ്രൈം നമ്പർ എന്താണ്, കോമ്പോസിറ്റ് എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ കോമ്പോസിറ്റ് നമ്പർ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുമെന്നാണ് ഈ തിയറം വഴി പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു കോമ്പോസിറ്റ് നമ്പർ നമുക്ക് വെറുതെ എടുക്കാം. ഏത് നമ്പറാണ് വേണ്ടത്? ഒരു 8 തന്നെ എടുക്കണമെങ്കിൽ 2 × 2 × 2 ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ജസ്റ്റ് നമുക്ക് നോക്കി നോക്കാം. 2 എന്നുള്ളത് എന്താണ്? പ്രൈം നമ്പർ. 2 എന്നുള്ളത് പ്രൈം നമ്പർ. 2 എന്നുള്ളത് പ്രൈം നമ്പർ. അപ്പം ഇങ്ങനെ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്കൊരു കോമ്പോസിറ്റ് നമ്പർ എപ്പോഴും എഴുതാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഭാഗം ക്ലിയർ ആയില്ലേ? ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഡിഫറെൻറ്റ് രീതിയിൽ വരാം. വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ എന്ന് ചോദിക്കാം. അപ്പം അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഒരു കൺഫ്യൂഷനും വേണ്ട, സുഖമായിട്ട് ഉത്തരം എഴുതാം. ഉത്തരം 4 ആണ്. ഇപ്പോൾ ഇനി സ്മോളസ്റ്റ് പ്രൈം നമ്പർ എന്ന് ചോദിച്ചാൽ 2 ആണ് ഉത്തരം. പിന്നെ 1 ഒരു യുണീക്ക് ഫാക്റ്റാണ്, പ്രൈം നമ്പറും അല്ല കോമ്പോസിറ്റ് നമ്പറും അല്ല. ഈ കാര്യങ്ങൾ നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ തിയറം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? എവറി കോമ്പോസിറ്റ് നമ്പർ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ ദ ഫോം ഓഫ് പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ ബൈ ദ പ്രൊഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ്. പിന്നെ ഈ ഫാക്ടറൈസേഷൻ യുണീക്കാണ് എന്നാണ് പറയുന്നത്. നമ്മൾ അങ്ങോട്ട് തിരിച്ചിട്ടാലും ഇതേ രീതിയിലേ വരുള്ളൂ എന്ന്. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ ഇങ്ങനെ കുറച്ച് നമ്പേഴ്സ് ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ തന്നെ അത് നിൽക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതിനും പറ്റുകയാണെങ്കിൽ ഞാൻ നോക്കട്ടെ. ഒരു 36 നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്ക് 2 × 3 × 3 × 2 ഇങ്ങനെ എഴുതാം. 2 × 3 × 3 × 2 ഇത് വരുമ്പോൾ എത്ര ഉത്തരം കിട്ടണേ? 36. ഇനി ഇതന്നെ നമ്മൾ വേറെ രീതിയിൽ പ്രൈം നമ്പേഴ്സിൻ്റെ രീതിയിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് 3 × 3 × 2 × 2 എന്ന് എഴുതാം. പക്ഷെ നമ്പേഴ്സ് സെയിം അല്ലേ? 2 വട്ടം 2 വരുന്നുണ്ട്, 2 വട്ടം 3 വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ പ്രൈം ഫാക്ടറിൻ്റെ ഓർഡർ ചിലപ്പോൾ മാറുന്നേ ഉള്ളൂ, പക്ഷേ ഫാക്ടറൈസേഷൻ അല്ലെങ്കിൽ ഫാക്ടറായിട്ട് വരുന്ന നമ്പേഴ്സ് സെയിം ആവും എന്നാണ് പറയുന്നത്. ഓക്കെ, ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമില്ലല്ലോ, മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. അപ്പോൾ ഇതാണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമാറ്റിക്സ്. ഇനി നമുക്ക് എക്സാമ്പിൾ പ്രോബ്ലംസ് കിടക്കാം. കൺസിഡർ ദ നമ്പേഴ്സ് 4:n where n is a natural number. Check whether there is any value for n for which 4:n ends with the digit 0. 0യിൽ ഏതെങ്കിലും ഒരു നമ്പർ കഴിയണമെങ്കിൽ അല്ലെങ്കിൽ അവസാനിക്കണമെങ്കിൽ അതിൻ്റെ പ്രൈം ഫാക്ടർ, ഇപ്പോൾ 10 കൊണ്ട് അത് അവസാനിക്കണം, ഡിവിസിബിൾ ആവണം അല്ലേ? ഇപ്പോൾ നമ്മൾ 360 അത് 10 കൊണ്ട് ഡിവിസിബിൾ ആവും. അങ്ങനെ ഏത് നമ്പറും 0 കൊണ്ട് അവസാനിക്കണം, ഏത് നമ്പറും 10 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് നമുക്കറിയാം. അപ്പം 10ൻ്റെ പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്?
10ന്റെ പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 2 into 5 അല്ലേ നമ്മൾ 10 പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ. പ്രൈം ഫാക്ടറൈസേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആദ്യം 2 കൊണ്ട് ചെയ്യുക. അപ്പോൾ 2 into 5 അല്ലേ 10 ഇങ്ങനെ ചെയ്യുക. അപ്പോൾ 10 is equal to 2 into 5. അപ്പോൾ ഇത് നമുക്ക് കിട്ടണം, എന്നാലേ ഏതെങ്കിലും ഒരു നമ്പർ 0യിൽ അവസാനിക്കുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 4 raised to n ആണ്. 4 എന്നുള്ളത് നമ്മളിങ്ങനെ എഴുതുകയാണെങ്കിൽ എന്താ കിട്ടുക? 2 into 2. 2 into 2 നമുക്ക് കിട്ടുള്ളൂ. നമുക്ക് 2 into 5 വേണം. 5ഉം കൂടിയും ഇല്ലാതെ നമുക്ക് എന്തായാലും 0 കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇത് 0യിൽ എൻഡ് ചെയ്യില്ല എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, 4ന്റെ പ്രൈം ഫാക്ടർ 2 into 2 ആണ്. 10ന്റെ പ്രൈം ഫാക്ടർ 2 into 5 ആണ്. പിന്നെ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ ശരിക്കും സെൻറ്റൻസിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ഉത്തരം എഴുതാൻ ചെക്ക് ചെയ്യണം, ഒരു മാർക്ക് തരും. പിന്നെ ഫൈൻഡ് LCM and HCF of 6 and 20 by the prime factorization method. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇതും വളരെ എളുപ്പമാണ്. നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞു, ഇവിടെ 2 ഇവിടെ 3. അപ്പോൾ 6 is equal to 2 into 3. 20 നമ്മൾ എടുക്കുകയാണെങ്കിൽ 2 10 വരും, പിന്നെയും 2, പിന്നെ ഇവിടെ 5 വരും. അപ്പോൾ 20 is equal to 2 into 2 into 5. ഇനി നമ്മൾ എങ്ങനെ LCM കണ്ടുപിടിക്കാം? ഇതാവുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ, അതും ഇങ്ങനത്തെ ചെറിയ നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ HCF ആയാലും LCM ആയാലും ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ 6 നമ്മൾ ഈ രീതിയിൽ ജസ്റ്റ് നിങ്ങൾ അടുത്തടുത്ത് തന്നെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി സുഖമാവും. ഇങ്ങനെ 2 വരിയിലായിട്ട് എഴുതുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേഗം റൗണ്ട് ചെയ്തിട്ട് ഉത്തരം കണ്ടുപിടിക്കുക. അപ്പോൾ അതാ 2ൻ്റെ ഒരു പേരേ ഉള്ളൂ. അപ്പോൾ HCF is equal to 2. സിമ്പിളായിട്ട് നമുക്ക് ഉത്തരം കിട്ടി. ഇനി LCM നമ്മൾ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഈ 2 എന്തായാലും എഴുതാം. നമുക്ക് പെയറായിട്ട് കിട്ടിയ ഒരു 2 ഉള്ളൂ. അപ്പോൾ അങ്ങനെ പെയർ ചെയ്താച്ചാൽ അത് എഴുതാം. എന്നിട്ട് ബാക്കി എന്തൊക്കെയാണോ അതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാം. 3 ഇവിടെ ഉണ്ട്, അപ്പോൾ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻറ്റു പിന്നെ ഇവിടെ ഒരു 2 കൂടി ഉണ്ട്, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെ ഇവിടെ ഒരു 5 ഉണ്ട്, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, അപ്പോൾ എന്താണ് HCF ആയിട്ട് നമുക്ക് 2 എന്നുള്ള ഉത്തരം കിട്ടും. LCM ആയിട്ട് നമ്മൾ ഇതേപോലെ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 60. 2 into 2 into 3 into 5, അതായത് 60 എന്നുള്ള ഉത്തരം കിട്ടും. ഓക്കെ, ഇനി ഇതിൽ നമുക്കൊരു കാര്യം കൂടിയും പറയാനുണ്ട്. ഇതിൻ്റെ HCF into LCM will always be equal to the product of two numbers. 2 നമ്പറിൻ്റെ HCF LCM നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്റ്റും ആ 2 നമ്പറിൻ്റെ പ്രൊഡക്റ്റും ഈ LCMൻ്റെ HCFൻ്റെയും പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുണ്ടാവും. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 നമ്പർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്റ്റ് എന്നാണ് അതിന് പറയുക. ഓക്കെ, അപ്പോൾ അത് ഈക്വൽ ആവുമെന്നാണ് പറയേണ്ടത്. പക്ഷേ 3 നമ്പറാണ് തന്നിരിക്കണമെന്ന് വെച്ചാൽ അത് ഈക്വൽ ആവില്ല. പക്ഷേ 2 നമ്പർ തന്നിട്ടുള്ളൂ വെച്ചാൽ LCM into HCF will be equal to the product of two numbers. പിന്നെ find the HCF of 96 and 404 by the prime factorization method. Hence find their LCM. ഓക്കെ, ഈ ക്വസ്റ്റ്യനും നമുക്ക് ഇതേപോലെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. അപ്പോൾ 96ന് നമുക്ക് 2 into 2 into അങ്ങനെ 2 raised to 5 എന്നാണ് ഇവർ ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യേണ്ടതെന്ന് അറിയുണ്ടാവും. അപ്പോൾ 2 raised to 5 തന്നെ എഴുതാം. ഇതെന്താണ് കാര്യം എന്ന് എല്ലാവർക്കും അറിയണമെന്ന് വിചാരിക്കുന്നു. 2 into 2 into 2 into 2 into 2, 5 2s വന്നാലാണ് 2 raised to 5 നമ്മൾ എഴുതുക. into 3. ഓക്കെ, ഇതാണ് 96ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ. ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? 404ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്താണ്? 2 into 2 into 101. ഇതാണ് ഇതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ. ഇനി നമുക്ക് HCF കണ്ടുപിടിക്കാൻ സിമ്പിൾ അല്ലേ? നമ്മൾ പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു 2 ഇവിടെ ഒരു 2, ഇവിടെ ഇതേപോലെ ഒരു 2 ഒരു 2, ഇത് രണ്ടും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ പെയർ ചെയ്തിട്ടുള്ള ഇതെന്താണ്? 2 into 2 നമുക്ക് പെയർ ചെയ്യാൻ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ 4 ആണ് നമ്മളുടെ HCF. ഇനി നമുക്ക് അറിയാം LCM into HCF is always equal to the product of two numbers. അപ്പോൾ നമുക്ക് LCM സാധാരണ നമ്മൾ ചെയ്ത് നോക്കാതെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലോ. എന്നാൽ നമുക്ക് LCM into 4 ആണ് നമ്മളുടെ HCF ഈ ക്വസ്റ്റ്യനിൽ ഈസ് ഈക്വൽ ടു ഇങ്ങനെ കിട്ടും 404. ഇവിടെ ഈ ബോർഡിൽ ഇതായതുകൊണ്ട് എൻ്റെ കൈയക്ഷരങ്ങൾ ഇപ്പോൾ ഇതിലെഴുതുമ്പോൾ
നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറ്റണ പോലെ മാക്സിമം വൃത്തിയിൽ എഴുതാൻ നോക്കാം. ഇതിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് വൃത്തിയിൽ എഴുതാൻ, അതുകൊണ്ടാണ്. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ജസ്റ്റ് ക്രോസ് കട്ട് ചെയ്യാം. അങ്ങനെ എങ്ങനെയാ വെച്ചാൽ നമുക്ക് ഉത്തരത്തേക്ക് എത്തിയാൽ മതി. ലാസ്റ്റ് സോൾവ് ചെയ്താൽ 9696 എന്ന ഉത്തരത്തേക്ക് തന്നെ നമ്മളെല്ലാവരും എത്തും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ HCF ആൻഡ് LCM ഓഫ് 672 ആൻഡ് 120 യൂസിങ് ദ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഇപ്പോൾ 6ന്റെ പ്രൈം ഫാക്ടർ ആയിട്ട് 2 × 3 കിട്ടും. 72ന്റെ പ്രൈം ഫാക്ടർ ആയിട്ട് 2⁵3 × 3⁵2 കിട്ടും. 120ന്റെ പ്രൈം ഫാക്ടർ ആയിട്ട് 2⁵3 × 3 × 5 എന്ന ഉത്തരം കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ആദ്യം കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് HCF തന്നെ കണ്ടുപിടിക്കാം. കോമൺ ആയിട്ട് വരേണ്ടത് എന്താണ്? 2 ഒരു പെയറായിട്ട് വരും, 3ലും ഉണ്ട്, 3 മറ്റൊരു പെയറായിട്ട് വരും. അപ്പോൾ അതിൻ്റെ HCF എന്താണ്? 6. സിമ്പിളായിട്ട് നമുക്ക് കിട്ടി. ഇനി LCM നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 2 × 3 ഇത് നമ്മൾക്ക് പെയർഡ് ആയിട്ട് കിട്ടിയതാണ്. എല്ലാത്തിലും സോറി, അതിൻ്റെ ഇടയിൽ ഈ ഡിസ്റ്റർബൻസ് ഇടയ്ക്ക് വരും, സോറി. ഇതാ, അപ്പോൾ 2 × 3 എന്ന് വരും LCM. സോറി, HCF കേട്ടോ, സോറി പെട്ടെന്ന് എഴുതിയപ്പോൾ മാറിയതാണ്. HCF 2 × 3 എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ LCM കണ്ടുപിടിക്കുകയാണെങ്കിൽ 2 × 3 ആദ്യം ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഈ രണ്ട് നമ്പേഴ്സും കോമൺ ആയതുകൊണ്ട് നമ്മൾ ആദ്യം നമുക്ക് LCMൽ അത് തന്നെ എഴുതാം, 2 × 3. പിന്നെ വരേണ്ട ഏതൊക്കെയാണ്? ഇവിടെ നമ്മൾ 2 × 3 എഴുതി. പിന്നെ ഇവിടെ 2 × 3 അല്ലാതെ എന്തൊക്കെയാണ് ഉള്ളത്? 2⁵2 ഉണ്ട്. എന്നുവെച്ചാൽ 2⁵3ൽ ഒരു 2 നമ്മൾ നേരത്തെ എടുത്തു. പിന്നെ 3⁵2 ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരെണ്ണം ഈ പെയർ ചെയ്തതിൽ പെട്ടു. പിന്നെ 120ൻ്റെയിലും ഇതേപോലെ 2⁵2 ബാക്കി ഉണ്ടാവും. പിന്നെ 3 നമ്മൾ നേരത്തെ മറ്റേന്ന് എടുത്തുകൊണ്ട് അതിൽ എഴുതണ്ട. പിന്നെ 5 ഇത് നമ്മൾ ചെയ്ത് വരുമ്പോൾ 316 നമുക്ക് ഉത്തരം കിട്ടും. ഇനി നമുക്ക് നമ്മളുടെ എക്സസൈസ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഭയങ്കര എളുപ്പമാണ്. ടെക്സ്റ്റ് എന്തായാലും നിങ്ങൾ തറവാണ് ബോർഡ് എക്സാമിന് പോയി എഴുതുമ്പോൾ. അപ്പോൾ ഇത് 140 ആണ്. ആദ്യം നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണത്. ഓക്കെ, 2 കൊണ്ട് ചെയ്യുന്നു 70, 2 കൊണ്ട് ചെയ്യുന്നു 35. ഇനി നമ്മൾ 5 കൊണ്ട് ചെയ്യും 7. അപ്പോൾ നമ്മളുടെ ഉത്തരം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 2 × 2 × 5 × 7 ഇതാണ് നമ്മളുടെ ഉത്തരം. സോ സിമ്പിൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ചെയ്യാവുന്നതാണ്. സുഖമായിട്ട് നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടും. അതും വലിയ നമ്പർ അല്ലെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ കുറച്ചൊക്കെ വലിയ നമ്പറൊക്കെ ഞാൻ വരും. ഇതിൽ തന്നെ നമുക്ക് ഇനിയുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി വലിയ നമ്പർ വെച്ചിട്ടുള്ളതുണ്ട്. ഈ 156 ചെയ്യുകയാണെങ്കിൽ 2, 78, 2, 39, 3, ഇനി ഇവിടെ 13 വരും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഉത്തരം. 2 × 2, 2 × 2 × 3 × 13 ഇതാണ് നമ്മളുടെ ഇതിൻ്റെ ഉത്തരം. ഇനി 3825ലേക്ക് നമുക്ക് കിടക്കാം. ഈ നമ്പർ ആണെങ്കിൽ ആദ്യം നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് 1275 എന്നുള്ള ഉത്തരം കിട്ടും. പിന്നീട് നമ്മൾ 3 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് 425 എന്ന ഉത്തരം കിട്ടും. അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് 85 എന്നുള്ള ഉത്തരം കിട്ടും. പിന്നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 70 എന്നുള്ള ഉത്തരം കിട്ടും. അപ്പോൾ 3825 നമ്മൾ അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൈം ഫാക്ടറായിട്ട് 3 × 3 × 5 × 5 × 17 എന്നുള്ള ഉത്തരമാണ് നമുക്ക് എല്ലാവർക്കും കിട്ടുക. ഇനി നമ്മളുടെ നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ 5005ൻ്റെ പ്രൈം ഫാക്ടറാണ് നമ്മൾ ഇതിൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 5005 ആദ്യം നമ്മൾ 5 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 1001 കിട്ടും. പിന്നെ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 143 കിട്ടും. പിന്നെ നമ്മൾ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 13 ആണ് നമ്മൾക്ക് ആൻസർ ആയിട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഉത്തരം എന്താണ്? 5 × 7 × 11 × 13. ഇനി നമ്മളുടെ അഞ്ചാമത്തെ ചോദ്യം 7429. അതാവുമ്പോൾ നമ്മൾ ആദ്യം ഡിവൈഡ് ചെയ്യേണ്ടത് ഏത് നമ്പർ കൊണ്ടാണ് എന്നുള്ളത് നമുക്ക് കൺഫ്യൂഷൻ ആയിട്ട് തോന്നും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഓരോ നമ്പറിനെ നമ്മൾ ഡിവിസിബിലിറ്റി റൂൾസ് വെച്ചിട്ടാണ് ചെയ്യാൻ തുടങ്ങേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ടാണ് നമ്മൾ ഇന്ന് തരേണ്ടത്. ജസ്റ്റ് ട്രൈ ഇറ്റ്. നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ, നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ അടുത്ത വീഡിയോസിൽ അതിൻ്റെ ഉത്തരം അല്ലെങ്കിൽ സൊല്യൂഷൻ ആഡ് ചെയ്ത് തരാം. ഓക്കെ, 7429 ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം ഇങ്ങനെ നമ്മൾ വരുമ്പോൾ വലിയ നമ്പറുകൾ വന്നു കഴിഞ്ഞാൽ ആദ്യം 2 കൊണ്ട് പോവോ, 3 കൊണ്ട് പോവോ, 5 കൊണ്ട് പോവോ, 7 കൊണ്ട് ഡിവൈഡ് ആവോ, ആ രീതിയിലൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി 11, 13, 15, 17 അങ്ങനത്തെ ഓരോ പ്രൈം നമ്പേഴ്സ് മാക്സിമം സെലക്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. പ്രൈം നമ്പേഴ്സ് 15 അപ്പം നിങ്ങൾ നോക്കണ്ട, പിന്നെ 11, 13, 17 ആ രീതിയിൽ നമ്പേഴ്സ് മാക്സിമം ഇങ്ങനെ സെലക്ട് ചെയ്ത് പോവുക. അതും എന്തായാലും CBSE നിങ്ങൾക്ക് വലിയൊരു നമ്പറൊന്നും തരില്ല. ഓക്കെ, ഒരു 25ൻ്റെ അടിയിലുള്ള ഒരു നമ്പറൊക്കെ അവർ ഇങ്ങനെ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിൽ നിന്ന് ഡിവൈഡ് ചെയ്യാൻ മാക്സിമം എന്തായാലും തരുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒരു ഹോംവർക്ക് ആയിട്ട് ഒരു ചാലഞ്ച് ആയിട്ട് എടുക്കുക. ഓക്കെ, നെക്സ്റ്റ് അത് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അടിയിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. 2 ഇൻറ്റു 3 ഇൻറ്റു അങ്ങനെ എത്ര വെച്ചാൽ ഉത്തരം കിട്ടിയെച്ചാൽ അത് ഇടുക. ഓക്കെ, ഇനി ഫൈൻഡ് the LCM and HCF of the following pair of integers and verify that LCM into HCF is equal to product of the two numbers. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യുകയാണെങ്കിൽ 26 into 91 അതിൻ്റെ LCM ഉം HCFൻ്റെയും പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് വരുത്തണം. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ LCM ഉം HCF ഉം കണ്ടുപിടിക്കണം. അതാണ് നമ്മളുടെ ആദ്യത്തെ ടാസ്ക്. അപ്പോൾ 26 നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ 2 into 13 കിട്ടും. 91 പ്രൈം ഫാക്ടറൈസ് ചെയ്യുകയാണെങ്കിൽ 7 into 13 കിട്ടും. അപ്പോൾ ഇത് പെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ HCF നമുക്ക് സിമ്പിളായിട്ട് 13 എന്ന് ഉത്തരം എഴുതാം. LCMൻ്റെ ഉത്തരം എന്താവും? പെയർ ചെയ്ത ആ പേര് 30, പിന്നെ ബാക്കിയുള്ള രണ്ടെണ്ണം ഇത് രണ്ടുമാണ്. അപ്പോൾ 2 into 7 ചെയ്യാം. അപ്പോൾ നമ്മളുടെ LCM എന്താണ്? HCF 13 തന്നെ. LCM എന്താണ്? 2 into 7 into 13, അതായത് 14 into 13. 2 into 7 14 ആണെന്നറിയാം. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ 182 എന്നുള്ള ഉത്തരമാണ് നമുക്ക് കിട്ടുക. ഓക്കെ, 182 എന്നുള്ള ഉത്തരം നമുക്ക് ഓരോരുത്തർക്കും കിട്ടും. ഇനി നമ്മൾ ഈ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പിന്നെ നമുക്ക് എല്ലാം സിമ്പിളായിട്ട് ചെയ്യാം. എന്താണ്? LCM ഉം HCF ഉം ഈക്വൽ ആണെന്ന് കാണിക്കാൻ 182 into 13 is equal to 26 into 91. ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ സ്റ്റെപ്പും ചെയ്യണമെന്ന് ഓർത്ത് നിങ്ങൾ കഷ്ടപ്പെടേണ്ട ഒരാവശ്യമില്ല. ഈ 182 ഇൻറ്റു ഇത് കട്ട് ചെയ്തിട്ട് ഇതിനപ്പുറത്തേക്ക് കൊണ്ടുപോകുക. അപ്പോൾ അത് ഡിവിഷൻ ആവും. 182 by 91 അങ്ങനെ വരുമ്പോൾ 182 91ഉം ജസ്റ്റ് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 2 എന്ന് കിട്ടും. 2ഉം 26ഉം കട്ട് ചെയ്യുമ്പോൾ 13 കിട്ടും. 13 is equal to 13. അപ്പോൾ LHS is equal to RHS, hence proved. രണ്ടും ഈക്വൽ ആണ് നമ്മൾ ഇപ്പോൾ പ്രൂവ് ചെയ്തു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ 5, 10 and 92. 5, 10 എല്ലാം ഞാൻ വിചാരിച്ച പോലെ ഇതിൽ എനിക്ക് ഇതാക്കാൻ പറ്റുന്നില്ല എൻ്റെ ഫിംഗർ കൊണ്ട്. അപ്പോൾ 5, 10 എന്നുള്ളതാണ് നമ്പർ എങ്കിൽ അതിൻ്റെ പ്രൈം ഫാക്ടർ എന്താണ്? 2 into 3 into 5 into 17. ഇതാണ് നമ്മളുടെ പ്രൈം ഫാക്ടർ. 92 നമ്മൾ എടുക്കുകയാണെങ്കിൽ 2 into 2 into 23 ആണ് നമുക്ക് കിട്ടുക. അപ്പം നമുക്ക് ആദ്യം നമ്മളുടെ കോമൺ ഫാക്ടർ ഇവിടെ എന്താണ്? 2. അപ്പോൾ HCF 2 ആണ്. ഇനി LCM കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എനിക്ക് എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. LCM കണ്ടുപിടിക്കണമെങ്കിൽ 2 അത് നമ്മൾ എന്താ വെച്ചാൽ പെയറായിട്ട് കിട്ടി നമുക്ക് ഒറ്റ ഇതേ ഉള്ളൂ. അപ്പോൾ അത് എഴുതാം. പിന്നെ ബാക്കിയുള്ള എല്ലാം ഇൻറ്റു ചെയ്യുക. 3 into 5 into 17 into എനിക്ക് അവിടെ എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നേ ഉള്ളൂ. 2 into 23 ഇതും കൂടി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് നിങ്ങൾ സാധാ കാൽക്കുലേഷൻ ചെയ്താൽ മതി. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാൻ അതിനിപ്പോൾ സ്പീഡിൽ നിങ്ങൾ കുറേ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്പീഡും കൂടി, മൾട്ടിപ്ലിക്കേഷൻ്റെ സ്പീഡ് കൂടും. അപ്പോൾ നമുക്ക് എക്സാമിന് അത് ബെനിഫിറ്റ് ആവും. അപ്പോൾ അങ്ങനെ നമുക്ക് LCMൻ്റെ ഉത്തരമായിട്ട് കിട്ടുക 23460 എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിത് പ്രൂവ് ചെയ്യാനും ജസ്റ്റ് ഞാൻ കഴിഞ്ഞ വട്ടം പറഞ്ഞ പോലെ into 2 is equal to 510 into 92. ഇവിടെ 2 ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഇവിടെ 46 എന്ന് കിട്ടും. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 23460 എന്ന് തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് പറയാം LHS is equal to RHS, hence proved. അങ്ങനെ ജസ്റ്റ് അത് സ്ഥിരം നമ്മൾ ഇപ്പോൾ ട്രിഗ്നോമെട്രി ക്വസ്റ്റ്യനിലോ എല്ലാത്തിലും എന്താ ചെയ്യുമ്പോൾ ഇനി നമുക്ക് ആവശ്യം വരേണ്ടതാണ്.
അപ്പോൾ ഹെൻസ് പ്രൂവ്ഡ് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് എല്ലാത്തിനും കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഇനി നമ്മളുടെ അടുത്തതായിട്ട് ഉള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ 336ഉം 54 ആണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യം നമുക്ക് പ്രൈം ഫാക്ടർ കണ്ടുപിടിക്കാം. 2 × 2 × 2 × 2 × 3 × 7 ഇതാണ് ഈ നമ്പറിൻ്റെ പ്രൈം ഫാക്ടർ. 54നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ 2 × 3 × 3 × 3 ഇതിൻ്റെ എല്ലാം ടൈപ്പ് ചെയ്ത പോലെ വരുന്നില്ല, സോറി. അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ 3ഉം 3ഉം കോമൺ, 2ഉം 2ഉം കോമൺ. അപ്പോൾ നമ്മളുടെ HCF എന്താണ്? 2 × 3 6 ആണ് നമ്മളുടെ HCF. ഇനി നമ്മൾ LCM ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ബാക്കിയുള്ള എല്ലാം ഈ 2 × 6 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇത് 3024 ആണ്. സോ ജസ്റ്റ് അത് മാത്രം നമുക്ക് ഇതിൽ നോക്കിയാൽ മതി. പിന്നെ ഇത് വെരിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾക്ക് അത് ഭയങ്കര എളുപ്പമായിട്ട് ചെയ്യാവുന്നതാണ്. LCM = HCF എന്നുള്ള ആ ഒറ്റൊരു വാക്ക് വന്നാൽ നിങ്ങൾക്ക് മാർക്ക് വീഴണ ഒരു സംഗതിയാണ്. അപ്പോൾ മാക്സിമം അവിടെ വെറുതെ മാർക്ക് കളയാതിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം. പിന്നെ ഈ 6 ഇവിടെ നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ 9 എന്നുള്ള ഉത്തരം കിട്ടും. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3024 തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എഴുതാം LCM = HCF. LHS = RHS. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ ഉത്തരം ഓക്കെ ആയി. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് തേർഡ് ക്വസ്റ്റ്യനിലേക്കാണ്. LCM and HCF of the following integers by applying the prime factorization method. അപ്പോൾ ഇത് വരുമ്പോൾ 12 = 2 × 2 × 3. 15 = 3 × 5. 21 = 3 × 7. അപ്പോൾ ഇതിൽ ഒറ്റ പെയറേ ഉള്ളൂ, മൂന്നിലും കൂടിയുള്ള ഒറ്റ 3 മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് നമ്മളുടെ HCF. LCM എന്താണ്? ഈ മൂന്നിലും കൂടിയുള്ള ഒരു പെയർ, അത് 3 × 2 × 2 × 5 × 7. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ HCF കിട്ടും. അപ്പോൾ HCF ആയിട്ട് നമുക്ക് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ സാധാ പോലെ ചെയ്ത് കഴിഞ്ഞാൽ, ജസ്റ്റ് നമ്മൾ സാധാ ചെയ്യണ മൾട്ടിപ്ലിക്കേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ HCF നമുക്ക് 3 ആയിട്ട് തന്നെ കിട്ടും, ഒരു ഡൗട്ടും ഇല്ലാതെ തന്നെ. LCM നമുക്ക് 420 ആയിട്ട് കിട്ടും. ഓക്കെ, 420 നമ്മളുടെ LCM ആവും. പിന്നെ നമുക്ക് പറയാനുള്ള അടുത്ത ക്വസ്റ്റ്യൻ 17, 23, 29. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് വേറെ ഒരു പ്രത്യേകതയുണ്ട്. ഇതെല്ലാം പ്രൈം നമ്പറുകളാണ്. 1 × 17 എന്നല്ലാതെ നമുക്ക് വേറെ ഒന്നും എഴുതാൻ പറ്റില്ല. 23യും ഇതേപോലെ 1 × 23. പ്രൈം നമ്പർ ആണെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ നമ്മൾ എഴുതുമല്ലോ, അപ്പോൾ ആ രീതിയിൽ എഴുതാം. ഇത് കോമ്പോസിറ്റ് നമ്പർ അല്ലാത്തതുകൊണ്ട് നമുക്ക് പ്രൈം നമ്പറിൻ്റെ പ്രൊഡക്ട്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഇത് തന്നെ എഴുതാൻ പറ്റുള്ളൂ. കോമൺ ആയിട്ട് വെറും 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ HCF എന്താണ്? 1 മാത്രമാണ്. ഓക്കെ, ഇനി നമുക്ക് LCM കണ്ടെടുക്കുമ്പോൾ ഇത് 3 തമ്മിൽ നമ്മൾ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മതി. 17 × 23 × 29 എന്നുള്ളത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഉത്തരമായിട്ട് നമുക്ക് നമ്മളുടെ LCM 1, 1, 3, 3, 9 എന്ന് കിട്ടും. HCF നമുക്ക് വളരെ സിമ്പിളായിട്ട്, എന്താ വെച്ചാൽ ഒരു കോമൺ ഫാക്ടർ ഇല്ലാത്തതുകൊണ്ട് 1 എന്നുള്ള ഉത്തരവും കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 8ഉം 9ഉം 25ഉം ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അതിലും 8 = 2u, 2 × 2 × 2. 9 = 3 × 3. 25 = 5 × 5. അപ്പോൾ ഇതിൽ നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരെണ്ണവും ഇല്ല, 3ലും കോമൺ ആയിട്ടുള്ള ഒറ്റ നമ്പർ പോലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് എഴുതാം HCF എന്താണ്? 1. ഒന്നും കോമൺ ആയിട്ടെങ്കിൽ HCF 1 ആണ്. പിന്നെ LCM ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 നമ്പർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ നമുക്ക് 1800 എന്നുള്ള ഉത്തരം കിട്ടും കേട്ടോ.
അപ്പോൾ ഇതോടെ നമ്മളുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമ്മൾ നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിളാണ്. എന്താ വെച്ചാൽ ഇതിൽ HCF, രണ്ട് നമ്പറിൻ്റെ HCF എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്, LCM ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ LCM ഈസ് ഈക്വൽ ടു എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ്. ഈ നമ്പേഴ്സ് ഇവിടെ 106ഉം 657ഉം ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്ന ആ രണ്ട് നമ്പേഴ്സാണെന്ന് അറിയിക്കാനാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ HCFും കൂടി ഇല്ലേ, HCF ഇൻറ്റു LCM എന്നല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ തൽക്കാലം HCF എഴുതണ്ട. HCF കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്താൽ നേരിട്ട് ഉത്തരം കിട്ടും. ഇവിടെ ഇൻറ്റു HCF എന്നുള്ളത് ഇങ്ങോട്ട് വന്നപ്പോൾ എന്തായി? ഡിവിഷനായി, സാധാ നമ്മൾ ചെയ്യണ പോലെ. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഉത്തരത്തിൽ ഇവിടെ HCF ആയിട്ട് നമുക്ക് എന്താണ് ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത്? 9 എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് 9ഉം 306ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 34 എന്നുള്ള ഉത്തരം കിട്ടും. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 22,338 എന്നുള്ള ഉത്തരം നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. 6n 0 എൻഡ് ചെയ്യുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളത് ചെക്ക് ചെയ്യണം. നമ്മൾ നേരത്തെ ചോദ്യത്തിൽ 4n ആണ് നമുക്ക് കിട്ടിയത്. ഇങ്ങനെ ഏത് നമ്പർ ആച്ചാൽ അവർ തരാം. അപ്പോൾ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല, വെറുതെ കോമൺ എല്ലാത്തിനും ഒരേ സ്റ്റെപ്സ് ആവും. ഇതിപ്പോൾ 6n ആയതുകൊണ്ട് നമ്മൾ 2 × 3 എന്ന് എഴുതണം, all raised to n. അപ്പോൾ ഇവിടെ 2 × 5 എന്ന് വന്നാൽ ഇത് എൻ്റെ ആവുള്ളൂ എന്ന് എഴുതാം. ബിക്കോസ് 10 കൊണ്ട് ഡിവിസിബിൾ ആവണം. ഒരു നമ്പർ 0ൽ അവസാനിക്കുകയും 10 കൊണ്ട് ഡിവിസിബിൾ ആവണം. 10ന്റെ പ്രൈം ഫാക്ടർ 2ഉം 5ഉം ആണ്. ഇവിടെ 2ഉം 3ഉം ആണ് വന്നിരിക്കുന്നത്, 5 വന്നിട്ടില്ല. അതുകൊണ്ട് ഇതെന്തായാലും 0 കൊണ്ട് എൻഡ് ചെയ്യില്ല. വളരെ സിമ്പിളായിട്ട് നമ്മൾ അതിൻ്റെയും ഉത്തരം എഴുതി. പിന്നെ നമുക്കുള്ളത് 6th ക്വസ്റ്റ്യൻ ആണ്. 6th ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബോർഡിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ചോദിക്കാറില്ല, പക്ഷെ അത് വിചാരിച്ചൊരു 3-4 കൊല്ലത്തിൻ്റെ ഇടയിലൊക്കെ അത് ചോദിക്കും. അപ്പോൾ 2-3 കൊല്ലത്തിന് ഇത് ചോദിക്കാത്തതുകൊണ്ട് ഈ വരുന്ന കൊല്ലം ചാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ 6th ക്വസ്റ്റ്യനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങളൊന്നും പേടിക്കേണ്ട. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചിലർ ഇതെന്താ അങ്ങനെയെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇവിടെ 7 × 11 × 13 + 13 എന്നുണ്ട്. ഇത് മാത്രമാണ് നമുക്കുള്ള ക്ലൂ. 13 നമ്മൾ പുറത്തേക്ക് എടുക്കണം. രണ്ട് നമ്പർ ഇപ്പോൾ ഇതിൽ തന്നിട്ടുണ്ട്, ഒരെണ്ണം ഇൻറ്റു ആയിട്ട് ഒരെണ്ണം പ്ലസ് ആയിട്ട്. ഇവിടെ ഇൻറ്റു 13 + 13 അല്ലേ. അപ്പോൾ നമ്മൾ ആ നമ്പർ പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് 7 സാധാ പോലെ 7 ഇൻറ്റു തന്നെയല്ലേ. അപ്പോൾ 13 × 7 തന്നെ വരും ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണെങ്കിൽ. പിന്നെ 11ഉം അതേപോലെ ഉള്ളിൽ തന്നെ വയ്ക്കുക. ബിക്കോസ് 13 × 11 അത് തന്നെയാണ് നമ്മൾ നേരത്തെ വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ 13ന് പകരം നമ്മൾ എന്താ എഴുതണം? ഇൻറ്റു 13 എന്നുള്ളതിന് പകരം ഇൻറ്റു 1 എഴുതിയാൽ മതി. ബിക്കോസ് ബ്രാക്കറ്റിൻ്റെ പുറത്തുണ്ട്. ഇനി അല്ലാതെ എഴുതണമെന്ന് നിർബന്ധമില്ല, നമുക്ക് വേണ്ട. ബിക്കോസ് അത് വേണ്ട, അതുകൊണ്ട് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. +1 എഴുതുക, ഇതാണ് നമുക്ക് വേണ്ടത്. 13 എന്നുള്ളത് നമ്മൾ ഏതാണോ കോമൺ ആയിട്ട് രണ്ടെണ്ണമായിട്ടുള്ളത് അത് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് 13 എഴുതുക. എന്നിട്ട് 7 × 11 അത് അതേപടി എഴുതുക. +1 എന്താ വെച്ചാൽ ബ്രാക്കറ്റിൽ ഇവിടെ 13 ഉള്ളതുകൊണ്ട് ഇത് വരുമ്പോൾ 13 × 1 അതായത് 13 ആയിട്ട് തന്നെ എടുക്കാം. ഓക്കെ, സോ അങ്ങനെ എഴുതുക. അപ്പോൾ അതുകൊണ്ട് 13 എന്നുള്ളത് ഒരു കോമൺ ഫാക്ടർ ആണ്. ഈ നമ്പർ പ്രൈം നമ്പർ ആണെങ്കിൽ ഇതിനാകെ വേറെ ഒരു ഫാക്ടറും ഉണ്ടാവില്ല. പക്ഷെ ഇതിനിപ്പോൾ 13 എന്നുള്ള മറ്റൊരു ഫാക്ടറും കൂടി ഉള്ളത് കൊണ്ട് ഇത് കോമ്പോസിറ്റ് നമ്പർ ആണ്. അങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുക. മറ്റൊരു സാധാ ഒരു നമ്പർ ആണെങ്കിൽ 1 × ആ നമ്പർ മാത്രമല്ലേ, പ്രൈം നമ്പർ ആണെങ്കിൽ അങ്ങനെയല്ലേ വരുള്ളൂ. പക്ഷെ ഇത് കോമ്പോസിറ്റ് ആണ്. ബിക്കോസ് 13ഉം ഈ നമ്പറുമായിട്ട് ഡിവിസിബിൾ ആണ്. ഇനി അടുത്ത എടുക്കുകയാണെങ്കിൽ വളരെ വലിയൊരു ഇതാണ് കൊടുത്തിരിക്കണേ വെച്ചാലും റിപ്പീറ്റഡ് ആയിട്ട് വരേണ്ടത് ഈ രണ്ട് 5കൾ മാത്രമാണ്. 5 പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് സാധാ പോലെ ഇത് ഇങ്ങനെ എഴുതി പോവുക. 7 × 6 പിന്നെ 5 പിന്നെ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. 4 × 3 × 2 × 1 × ഇനി 1 × അല്ല, ഇനി +1. ബിക്കോസ് ഇവിടെ ബ്രാക്കറ്റിൻ്റെ പുറത്തുള്ളതുകൊണ്ട് ഇത് 5 ആയിട്ട് തന്നെ 1 × 5 5 ആയിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇവിടെയും 5 കോമൺ ഫാക്ടറായിട്ട് വന്നതുകൊണ്ട് ഇത് ഒരു കോമ്പോസിറ്റ് നമ്പർ ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇനി നമ്മളുടെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത് ഈ 7th ക്വസ്റ്റ്യൻ ആണ്. ഈ 7th ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്. ചോദ്യം നമുക്ക് വായിച്ചു നോക്കാം. There is a circular path around a sports field. Sonia takes 18 minutes to drive one round of the field.
while Ravi takes 12 minutes for the same. Suppose they both start at the same point and at the same time and go in the same direction. How many minutes will they meet again at the starting point? അപ്പോൾ ഇതിൽ വരുമ്പോൾ നമുക്ക് ഉത്തരം എന്താ വരേണ്ടത്? ജസ്റ്റ് തിങ്ക് ചെയ്ത് നോക്കുക. 12 മിനിറ്റും 18 മിനിറ്റും ഇത് രണ്ടും വരുമ്പോൾ ഇവർ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഒരു റൗണ്ട് പോകാൻ ഒരാൾക്ക് 12 മിനിറ്റ് വേണം, മറ്റേ ആൾ ഇതേ സ്പേസിൽ തന്നെയാണ് പോണത്, പക്ഷെ മറ്റേ ആൾക്ക് 18 മിനിറ്റ് വേണം, കുറച്ചും കൂടി സ്ലോ ആണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇവർ രണ്ടുപേരും കൂട്ടിമുട്ടാൻ എത്ര റൗണ്ട് വേണ്ടി വരുന്നതാണ് ചോദിക്കണേ. അപ്പോൾ എന്തായാലും അവർ മിനിമം ഒരു റൗണ്ടെങ്കിലും വേണ്ട. അപ്പോൾ 12-18 വലിയൊരു നമ്പറേ എന്തായാലും വരുള്ളൂ. ഇത്രയും മിനിറ്റുകൾ എത്രയോ റൗണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 5 റൗണ്ട് പോയി കഴിഞ്ഞാൽ ഇത്ര മിനിറ്റ് അങ്ങനെ. അപ്പോൾ റൗണ്ടുകൾ എപ്പോഴും വലുതാവും. അപ്പോൾ വലിയ നമ്പറുകൾ നമുക്ക് ഉത്തരമായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ LCM ആവും കണ്ടുപിടിക്കേണ്ടത്. LCM കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമുക്ക് 18 എന്ത് എഴുതാം? 2 × 3 × 3. 12ന്റെ നമ്മൾ പ്രൈം ഫാക്ടർ എടുക്കുമ്പോൾ 2 × 3. ഇവിടെ 2ഉം 3ഉം ആണ് കോമൺ ആയിട്ടുള്ള നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ LCM എഴുതുമ്പോൾ കോമൺ നമ്പേഴ്സ് ആദ്യം എഴുതാൻ 2 × 3, പിന്നെ കോമൺ അല്ലാത്ത നമ്പേഴ്സ് 3 × 2. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ 6 × 6 36 എന്നുള്ള ഉത്തരം നമുക്ക് കിട്ടും. അപ്പോൾ ആഫ്റ്റർ 36 മിനിറ്റ്സ് അവർ രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടും എന്നാണ് നമ്മളുടെ ഉത്തരമായിട്ട് നമ്മൾ എഴുതേണ്ടത്. ഈ ക്വസ്റ്റ്യനും വളരെ സിമ്പിളാണ്. 36 മിനിറ്റ്സ് എന്ന് നമ്മൾ എഴുതുക. അതായത് 3 റൗണ്ട്, ഒരാൾക്ക് 3 റൗണ്ടും ഒരാൾക്ക് 2 റൗണ്ടും. 18 മിനിറ്റ് എടുക്കണ ആൾക്ക് 2 റൗണ്ടേ വരുള്ളൂ. 2 റൗണ്ട് ആകുമ്പോഴേക്കും 36 മിനിറ്റ് ആവും. മറ്റേ ആൾക്ക് 3 റൗണ്ട് ആകുമ്പോഴേക്കും 36 മിനിറ്റ് ആവും. നമ്മളാകെ ഇത് മാത്രം ഉത്തരത്തിൽ എഴുതിയാൽ മതി. അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ സിലബസിനെ പറ്റിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ഇറക്കാൻ ശ്രമിക്കും. ബിക്കോസ് കുറച്ച് മാറ്റങ്ങളൊക്കെ ഈ കൊല്ലം മുതൽ CBSE വരുത്തിയിട്ടുണ്ട്, എല്ലാ കൊല്ലവും മാറ്റാറുള്ള പോലെ. സോ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, വ്യൂ ചെയ്യുക മറ്റ് വീഡിയോസ്. ഇനി നമ്മളുടെ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മൾ ഓരോ വീഡിയോസും പറ്റണ പോലെ വേഗത്തിൽ ഇറക്കാൻ ശ്രമിക്കും. താങ്ക് യു.